എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 7 നെല്ലിക്കയും ഒരു ആപ്പിളും ഒരു ചെറിയ ബീട്രൂട്ടും ഒരു ക്യാരറ്റും ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ചെറുതായി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ എല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസ് ഉണ്ടാക്കുന്ന ഒരു ട്രേയിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത്. ഇത് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കയ്യിൽ ചെറിയ ചെറിയ എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഞാനിത് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ അരിച്ച് പിഴിഞ്ഞെടുക്കാം. ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ പക്ഷേ ഇതുപോലെ തന്നെയാണ് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കണം. അപ്പോൾ ഇതാ കയ്യിലുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള പാത്രത്തിലെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലുള്ള പാത്രത്തിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തട്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതും എല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ മുന്നേ ഉണ്ടാക്കിയതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ ഫ്രീസറിലോട്ട് തന്നെ വെക്കുന്നതാണ്. ഇത് മുന്നേ ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഇതുപോലെ ആക്കി നമുക്കൊരു ചെറിയ ജാറിലേക്കിട്ട് മൂടി വെച്ച് ഫ്രീസറിൽ തന്നെ വെക്കാം. എന്നാൽ ആവശ്യത്തിന് നമുക്ക് വെള്ളത്തിലേക്കിട്ട് ഒഴിച്ചു കുടിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഇത് അടിച്ചെടുത്തത്. ഒഴിച്ചു കൊടുക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ രാവിലെയാണ് നമ്മളിത് കുടിക്കേണ്ടത്. രാവിലെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇത് ഓരോ പീസ് ഇട്ട് കുടിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.